ഹലോ, നമുക്കിന്ന് ബൂട്ടി ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സും അതുപോലെ തന്നെ നമ്മളത് ഫ്രൈ ചെയ്യുന്നൊരു പ്രോസസ്സും കൂടെ കണ്ടാലോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ബൂട്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മളൊക്കെ ഉണർന്ന് വരുന്നതിന് മുമ്പേ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്നിത് കുറച്ച് ലേറ്റായിട്ട് എടുത്തുകൊണ്ട് തന്നെ എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ പെട്ടെന്ന് ഇതിൻ്റെ അകത്തെ അഴുക്കൊക്കെ അങ്ങ് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് കുറേ നേരം കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമല്ല, ഈ പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ട് വേറെ കുറേ ആൾക്കാരും കൂടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പൂച്ചയും കുറേ കാക്കയും കുറേ കോഴിയൊക്കെ ഉണ്ടായിരുന്നേ. ഇതിൻ്റെ ക്ലീനിങ് ശരിക്കും ഭയങ്കര ടഫാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പത്തിൽ ഇത് ക്ലീനായി വരുന്ന പോലെ തോന്നി കേട്ടോ. ഓരോരുത്തരും ഓരോ ഐഡിയ ആണ് ചെയ്യുന്നത് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷേ കുറച്ചുകൂടെ ഈസിയസ്റ്റ് വേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ ഏതാ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിയെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കുറച്ച് നമ്മളിന്ന് വലിയ പീസായിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷ്രിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് തന്നെ അരിയാന്ന് കേട്ടോ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വലിയ പീസസായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീടും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഏകദേശം 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടിടത്തും ഒരേ സാധനം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാട്ടോ കുക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ബൂട്ടി ഉണ്ടാക്കിയത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിലാട്ടോ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് കൊണ്ടൊക്കെ ഈ സാധനം അങ്ങനെ കഴിക്കാത്ത ആൾക്കാരും ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഒക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന് ഒട്ടും സ്മെല്ലില്ലായിരുന്നു കേട്ടോ. അച്ഛൻ ഇത് നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം മേ ബി സ്മെല്ലൊന്നും അധികം വരാഞ്ഞ്. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേവിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന ബൂട്ടിയൊക്കെ എടുത്തിട്ടിട്ട് അതിൻ്റെ കൂടെ കിടക്കുന്നത് നെയ്യാണേ. അപ്പോൾ നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി നെയ്യ് എടുത്തില്ല, എന്നാലും സാധനത്തിൽ നല്ല നെയ്യ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടിത് അതൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുരുമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് അതും കൂടെ ഈ ഒരു മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഇതിൽ നല്ല നെയ്യ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിനകത്ത്. ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെയ്യിൽ തന്നെ കിടന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുവേ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സവാളയും അതിൻ്റെ കൂടെ 2 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മളിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ, ഈ മസാല എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ തന്നെ അടുപ്പിൽ വയ്ക്കാവേ. ഓൾറെഡി നമ്മളിത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട് ഒരുപാട് വേകാനൊന്നുമില്ല. ഇത് പിന്നെ ആ ഒരു നെയ്യിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കപ്പ മസ്റ്റാട്ടോ. അപ്പോൾ നമുക്കിന്ന് കപ്പ വേവിച്ചതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ വേവിച്ചതും ഈ ബോട്ടി ഫ്രൈ എല്ലാം കൂടെ നമ്മൾ കഴിച്ചു കേട്ടോ.